ഹായ് ഗേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവാണ് കേട്ടോ. നമ്മുടെ ശരവണ ഭവൻ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉപ്പുമാവ് നമുക്ക് ഇനി നമ്മുടെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം ഒരു പാൻ എടുത്ത് ചൂടാക്കാം. എന്നിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതേ പാനിലോട്ട് തന്നെ നമുക്ക് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് റവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. റവ വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ചെറു തീയിലിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ റവ വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് തന്നെ കുറച്ച് ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു ക്യാരറ്റ് കുനുകുന അരിഞ്ഞതാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച റവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇത് ഇളക്കിയതിന് ശേഷം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഇത്. ഇനി ഇതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. താങ്ക് യു.